കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗും മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. 7 തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ നിന്നാകും ജന്മനാടുകളിലേക്ക് കൊണ്ടുപോവുക. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ മൃതദേഹവുമായി വ്യോമസേന വിമാനം ദില്ലിക്ക് പോകും. നിലവിൽ 45 പേരുടെ മൃതദേഹവുമായിട്ടാണ് വ്യോമസേനയുടെ പ്രത്യേക വിമാനം കൊച്ചി ലാൻഡ് ചെയ്യുക. അതിൽ 14 പേരുടെ മൃതദേഹവുമായി ദില്ലിക്കു തന്നെ വിമാനം പോകും. ബാക്കിയുള്ള 31 പേരുടെയും മൃതദേഹം കൊച്ചി വിമാനത്താവളത്തിലെത്തിക്കും. അവിടെ പ്രത്യേകം തയ്യാർ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ അന്തിമോപചാരത്തിനായി മൃതദേഹങ്ങൾ വയ്ക്കും. അരമണിക്കൂർ നേരമായിരിക്കും അന്തിമോപചാര ചടങ്ങുകൾ ഉണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കൊപ്പം ലേബി സജീന്ദ്രൻ ഉണ്ട്. ഒപ്പം അലി അക്ബഷായും അഞ്ജലിയും നമുക്കൊപ്പം എയർപോർട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം ലേബിയിലേക്ക് വന്നാൽ, ലേബി, ഇപ്പോൾ മന്ത്രി പറയുന്നതനുസരിച്ച് അരമണിക്കൂറിൽ താഴെ സമയം മാത്രമേ എടുക്കുകയുള്ളൂ അന്തിമോപചാരം അർപ്പിക്കാൻ എന്നാണ്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ 31 പേരുടെയും മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റും. 10:30 എത്തിയാൽ 11 മണിയോടുകൂടി മൃതദേഹങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുമോ? എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഡോക്ടർ അരുൺ, പരമാവധി അരമണിക്കൂർ മാത്രമായിരിക്കും എയർപോർട്ടിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കുക. ഇവിടെ സർക്കാർ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ ഓരോന്നായി ആംബുലൻസിലേക്ക് കയറ്റി അതാത് സ്ഥലങ്ങളിലേക്ക് വിടും. ഏറ്റവും ദുഃഖകരമായ കാഴ്ചയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് മുന്നിലുള്ളത്. 31 മൃതദേഹങ്ങളും ഏറ്റുവാങ്ങാൻ ഇവിടെ 31 ടേബിളുകൾ സജ്ജമാക്കിയിട്ടിരിക്കുന്നു. ഓരോരുത്തരുടെയും പടം ഒട്ടിച്ച് പേരെഴുതി ആ മൃതദേഹം കാത്ത് ടേബിളുകൾ കിടക്കുകയാണ്. വളരെ ദയനീയമായ കാഴ്ച, ദുഃഖകരമായ കാഴ്ച. ഇവിടെ വന്നിരിക്കുന്ന ബന്ധുക്കൾ വളരെ സങ്കടകരമായൊരു അന്തരീക്ഷമാണ് സ്വാഭാവികമായും ഇവിടെ ഉള്ളതെന്ന് ഊഹിക്കാമല്ലോ. ബന്ധുക്കളൊക്കെ വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ്. ഇവിടെ നോർക്ക അധികൃതരും അതുപോലെ തന്നെ സർക്കാരിൻ്റെ പ്രതിനിധികളും പോലീസുമെല്ലാം ഈ മൃതദേഹങ്ങൾ ഓരോന്നും ഈ ടേബിളിലേക്ക് ക്രമീകരിച്ച് കിടത്തുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് രാവിലെ മുതൽ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ്, റോഷി അഗസ്റ്റിൻ അടക്കമുള്ള മന്ത്രിമാർ, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനും ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഈ മരിച്ചവരുടെ ഭൗതിക ദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനുമെല്ലാമായി രാവിലെ തന്നെ എയർപോർട്ടിലേക്ക് വന്ന് തുടങ്ങിയിരുന്നു. എല്ലാവരും ഇതുപോലെ തന്നെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നു. വളരെ ഈ ദുഃഖകരമായ അന്തരീക്ഷത്തിൽ എല്ലാവരും ഹൃദയം കൊണ്ട് തന്നെ പങ്കുചേരുകയാണ്. എപ്പോഴേക്ക് അൻവർ സാദത്ത് MLA ചേരുകയാണ്? എപ്പോഴേക്ക് ഏതെങ്കിലും രീതിയിലുള്ള താമസമുണ്ടോ? ഇല്ല, താമസമല്ല. ഇപ്പോൾ ഫ്ലൈറ്റ് ടൈം പറഞ്ഞത് 10:15 പറഞ്ഞത്. ഇപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ കുറച്ച് ആളുകളുടെ ഇപ്പോൾ കൊല്ലത്തുനിന്നും ചെങ്ങന്നൂരിൽ നിന്നും ഒക്കെ അവരുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ട്. ബന്ധുക്കളും അതിനോടൊപ്പം അനുഗമിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളായിട്ട് എത്രയും വേഗം ബോഡി കൊണ്ടുപോകാനുള്ള സജ്ജീകരണമൊക്കെ ആക്കിയിട്ടുണ്ട്. താമസമൊന്നുമില്ല എന്നാണ് ജനപ്രതിനിധികളെല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബന്ധുക്കളൊക്കെ രാവിലെ മുതൽ തന്നെ എത്തിയിരിക്കുന്നതാണ്. ഇവർക്ക് പല ഭാഗത്തു നിന്നായി മരിച്ചവരുടെയൊക്കെ ഉറ്റവർ രാവിലെ മുതൽ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ആരുടെ ബന്ധുവാണ്? നൂഹ്, മലപ്പുറം ജില്ല തിരൂർ കൂട്ടായുള്ള നൂഹിൻ്റെ. എപ്പോഴേ ഇവിടെ എത്തിയത്? ഞങ്ങൾ 6:30 മണിക്ക് ഇവിടെ എത്തിയിരുന്നു. ആരൊക്കെ വന്നിട്ടുണ്ട്? ഇത് അവളെ കൂട്ടുകാരുണ്ട്, അവൾ ജ്യേഷ്ഠനുണ്ട്. വാർത്തയൊക്കെ എപ്പോഴായിരുന്നു പറഞ്ഞത്? ഇത് ഇന്ന് സംഭവിച്ച കുറച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് അറിഞ്ഞിരുന്നു. ആണ് ഒരു ജ്യേഷ്ഠന്മാരവിടെ കുവൈത്തിലുണ്ടായിരുന്നു. അവർ പോയി അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ സംഭവിച്ചെന്നുള്ളത് അറിഞ്ഞു. എപ്പോഴായിരുന്നു ഒടുവിൽ ബന്ധപ്പെടാനൊക്കെ സാധിച്ചത്? വീട്ടിലിട്ട് ഇത് സംഭവിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പിട്ട് ഭാര്യയുമായിട്ട് ഫോണിലൂടെ സംസാരിച്ചെന്ന് പറയുന്നുണ്ട്. സംസാരിച്ചിരുന്നതായിരുന്നു രാവിലെ തന്നെ. ഷമീറിൻ്റെ, കൊല്ലത്ത് നിന്നുള്ള ഷമീർ. ആരൊക്കെ വന്നിട്ടുണ്ട്? ഷമീറിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളും ഞങ്ങൾ 5 പേര് വന്നിട്ടുണ്ട്. മൃതദേഹത്തെ അനുഗമിച്ച് ആംബുലൻസിനൊപ്പം തന്നെ അങ്ങോട്ട് പോകും? അതെ, ആംബുലൻസിന് കൂടെ തന്നെ പോകുന്നത്. സ്വാഭാവികമായും വളരെ ദുഃഖാർത്തരാണ് കുടുംബാംഗങ്ങളെല്ലാം. ദുഃഖകരമായ ഒരു ഇവിടെ ഇപ്പോൾ മന്ത്രിമാരെല്ലാം എത്തി നടപടിക്രമങ്ങൾ. മന്ത്രി വീണ ജോർജ് കൂടിയുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള താമസമുണ്ടാകും? വിമാനം ഇവിടെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള താമസം മാത്രമാണ് ഉള്ളത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രൊസീജിയേഴ്സ് വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ആംബുലൻസുകൾ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്പർ ഇട്ട് തന്നെ 1, 2, 3 എന്നുള്ള നമ്പർ ഇട്ട് തന്നെ എയർ ആംബുലൻസിൽ അതിൽ ഈ ഇവിടെ വെച്ചിരിക്കുന്ന ഓർഡർ തന്നെ അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ ആംബുലൻസിൽ 3 ഇതായിട്ടാണ്. ആദ്യത്തെ 12, പിന്നെ 11. ആദ്യം 12 ബോഡിയാണ് കയറ്റുക. അത് ആ നമ്പർ ഓർഡർ അനുസരിച്ച് തന്നെ. പിന്നെ 11 ആ നിലയിലാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ചില കുടുംബങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ ആംബുലൻസിൽ ഒപ്പം പോകാവുന്നതാണ്. അവർക്ക് പോകണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ അകമ്പടിയുണ്ട്. അതുകൂടാതെ റവന്യൂവിൻ്റെയോ
നോർക്കയുടെയൊക്കെ പ്രതിനിധികൾ അങ്ങനെ ഒരാൾ എങ്കിൽ അങ്ങ് ഉണ്ടാകുമെന്നുള്ള നിലയിലാണ് അത് ഇവിടെ ഇപ്പോൾ അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൂടാതെ ആംബുലൻസിൽ ആർക്കെങ്കിലും കൂടെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാൻ താല്പര്യമുള്ളവർക്ക് അത് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണവും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള താമസം ഉണ്ടാകും? അരമണിക്കൂർ ആയിരിക്കുമോ പൊതുദർശന ചടങ്ങ്? അത് എത്രയും വേഗം പൂർത്തിയാക്കാനാണ്. കാരണം ഇവിടെ അധികം താമസിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനാണ് നിർദ്ദേശം നൽകിയിട്ട് അങ്ങനെയാണ് തീരുമാനിച്ചത്. നമ്മൾ ഇവിടെ താമസിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. കാരണം വീടുകൾ മിക്കവരുടെയും ബന്ധുക്കളാണ് എത്തിയിട്ടുള്ളത്. ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് വീടുകളിൽ അമ്മ, അച്ഛൻ അല്ലെങ്കിൽ ഭാര്യ അങ്ങനെയൊക്കെ ഉള്ളവരും വീടുകളിലാണ് ഉള്ളത്. എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. പലർക്കും ബൈ റോഡ് കുറേ ദൂരം പോകേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ മിനിമം ടൈം എടുത്തുകൊണ്ട് ക്രമീകരിക്കും. മന്ത്രി പറഞ്ഞത് പ്രകാരം കാലതാമസം ഒട്ടും ഉണ്ടാകില്ല. ഇവിടെ വന്നാൽ ഉടൻ തന്നെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കും. അതിനുശേഷം ഇവിടെ നിന്ന് ഏറ്റവും പെട്ടെന്ന് തന്നെ മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റി അതാത് സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്ന് അയക്കും. ബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഭാര്യ, അമ്മ, അച്ഛൻ അങ്ങനെയുള്ളവരെല്ലാവരും കുടുംബങ്ങളിൽ തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അധിക സമയം മൃതദേഹം വ്യക്തമാണ്. അപ്പോൾ 10:15 ഇപ്പോൾ വിമാനം എത്തുമെന്നാണ് അൻവർ സാദത്ത് MLA അടക്കം പറയുന്നത്. 10:15 ഒരുപക്ഷെ 15 മിനിറ്റിനുള്ളിൽ കാർഗോയിൽ നിന്ന് ഈ ഡെഡ് ബോഡികളെല്ലാം പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കും. മൃതദേഹങ്ങൾ പ്രത്യേകം തയ്യാർ ചെയ്തിരിക്കുന്ന ടേബിളുകളിലേക്ക് എത്തിക്കും. അരമണിക്കൂറിനുള്ളിൽ തന്നെ അന്തിമോപചാരം അർപ്പിച്ച് മൃതദേഹങ്ങൾ നമ്പറിട്ട് തന്നെ ഈ ആംബുലൻസിലേക്ക് കയറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്.